ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ പറയുന്നുണ്ട് മഹി വരുന്നുണ്ട് കേട്ടോ. മഹി വന്നതിന് ശേഷം തന്നെ കേണൽ സാറിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും കൃഷിൻ്റെയും കൺമണിയുടെയും ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവനെ കാണുമ്പോഴത്തേനും ഒരു കള്ള ലക്ഷണമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇവൻ ആൾ ശരിയല്ല. പിന്നെ ആ ഡിസൈൻ അത് ഇവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു വിട്ടാൽ അത് ശരിയാവുമോ എന്ന് എനിക്കറിയില്ല. ഇവനെ കണ്ടാൽ തന്നെ ആളൊരു പറ്റിക്കൽക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. അങ്ങനെയൊന്നുമില്ല കേണൽ സർ, ഇവൻ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇവൻ ഒരിക്കലും ചതിക്കില്ല. ഇവൻ ഇങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് സാറിന് അങ്ങനെയൊക്കെ തോന്നുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയുന്നു. അപ്പോഴത്തേനും മഹി പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇയാളെ സഹിക്കുന്നത്? എനിക്കേ പറ്റുന്നില്ല. കുറച്ച് സമയം ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേനും എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയാണ്. ആൾ പാവാണ് മഹി. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ചൂടും ദേഷ്യമൊന്നും ഒരിക്കലും ഇല്ല. അയാൾ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾക്കത് തോന്നും എന്ന് പറയുന്നു. അങ്ങനെ ഷീല ചേച്ചി അങ്ങോട്ട് വരുന്നു. സർ, കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുന്നു. എനിക്കൊന്നും വേണ്ട, തന്നിടത്തോളം മതിയായിട്ടോ. അതെന്ത് ചെയ്യാനാണ് സർ? കേണൽ സാർ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാതിരിക്കില്ല. ഞാൻ ഇവിടുത്തെ ചെറിയൊരു ജോലിക്കാരിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നരുതെന്ന് പറയുന്നു. ഇല്ല ഇല്ല, പൊയ്ക്കോളൂ എന്ന് പറയുന്നു. പിന്നീട് കൃഷ്ണനോട് മഹി പറയുന്നുണ്ട്, കൃഷി എനിക്ക് ആ ഡിസൈൻ ഒന്ന് കാണണമെന്നുണ്ട്, എനിക്കൊന്ന് കാണിച്ചു തരുമോ പറയുന്നു. അങ്ങനെ കൺമണി ആ ഡിസൈനും കൊണ്ട് വരുന്നു കേട്ടോ. അങ്ങനെ ഡിസൈൻ ഇവിടെ വെച്ച് തുറക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ എനിക്കിതൊന്ന് കാണണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. എന്തായാലും ആ ഡിസൈൻ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കൺമണിയുടെയും കൃഷിൻ്റെയും മുന്നിൽ വെച്ച് ഡിസൈൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നു കേട്ടോ. അത് കാണുമ്പോഴത്തേനും മഹിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അന്ന് മീറ്റിങ്ങിൽ വെച്ചിട്ട് തന്നെ ആ ജയമോഹൻ സാറ് പറഞ്ഞതുപോലെ തന്നെ കൺമണിയെ ഒന്നും പറഞ്ഞിട്ട് അഭിനന്ദിക്കാൻ സാധിക്കില്ല. കൈകൂപ്പി തന്നെ അഭിനന്ദിക്കണം എന്ന രീതിയിൽ പറയുന്നു കേട്ടോ. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അതിഗംഭീരമായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. എന്തായാലും ഈ ഡിസൈനും അതുപോലെ ഈ ഡിസൈൻ വരച്ച ആളെയും നീ നന്നായി നോക്കിക്കോണം കൃഷി. അവൾ മിടുക്കിയാണ്. എന്തായാലും ഈ ഡിസൈൻ കൊണ്ട് ഞാൻ പോട്ടെ കൺമണി, എന്തായാലും അവിടെ ചെന്നിട്ട് വിളിക്കാം. ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് മഹി അങ്ങോട്ടേക്ക് പോകണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവ്ജിയാണ് കേട്ടോ. അങ്ങനെ കേണൽ സാറ് ദേവ്ജിയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോഴത്തേനും, എനിക്ക് സുഖമല്ലേടാ, എൻ്റെ പിള്ളേർ വന്നിട്ട് ഈ ഫാക്ടറി തുറന്ന് തന്നല്ലോ, എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആ ഡിസൈൻ ഞാനൊന്നും പറയണ്ട കൺമണി, നിങ്ങളുടെ കമ്പനിയിലെ ഒരു വലിയൊരു കുട്ടിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കാരണം നിങ്ങൾക്ക് ലാഭമേ ഉണ്ടാവുള്ളൂ. മിടുക്കിയാണ്. അത് താൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ആ ഡിസൈൻ എനിക്കറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതെൻ്റെ കുട്ടിയാണ് വരച്ചത്. തൻ്റെ കുട്ടിയോ? തൻ്റെ കുട്ടിയല്ല, പിന്നെ അതെൻ്റെ കുട്ടിയാണ്. എൻ്റെ പിള്ളേരാ രണ്ടുപേരും. അവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിട്ട് വേണ്ടേന്ന് കേണൽ പറയുന്നു. അത് ശരി, എൻ്റെ മക്കൾ എനിക്ക് തന്നെ വേണമെന്നും ദേവ്ജി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ വിശേഷം? പിന്നെ ഒരു കാര്യമുണ്ട്, അവരിവിടുത്തെ എല്ലാവരുടെ മനസ്സിൽ രാജാവും രാജ്ഞിയുമാണ്. അവരുടെ മനസ്സിൽ മാത്രമല്ല കേട്ടോ, എൻ്റെ മനസ്സിൽ അവരിപ്പോൾ അങ്ങനെയാണ്. ഇവിടെ ഒരു ആചാരമുണ്ട്, അതിപ്പോൾ അടുത്ത് നടക്കും. അതുകൊണ്ട് തന്നെ അതെല്ലാം കഴിഞ്ഞിട്ടേ അവരെ വിടുകയുള്ളൂ എന്ന് പറയുന്നു. അതൊക്കെ തൻ്റെ ഇഷ്ടം. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ദേവ്ജിയോട് പറയാനുണ്ട്. ആ ഡിസൈൻ വാങ്ങാൻ വന്നിട്ടുള്ള ആൾ അത്ര ശരിയല്ല. അവൻ്റെ നോട്ടവും നടപ്പും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. മഹിപാൽ നല്ലവനാണ്, എന്തോ എനിക്കൊരു കള്ളത്തരം തോന്നുന്നുണ്ട്. ആ ഡിസൈൻ തൻ്റെ കയ്യിൽ എത്തുമോ എന്നുള്ളത് സംശയമാണ് എനിക്ക് പറയുന്നു. താനൊന്ന് സൂക്ഷിച്ചാൽ നല്ലതാണെന്ന് പറയാം കേട്ടോ. എൻ്റെ ഊഹങ്ങൾ ഒരിക്കലും തെറ്റാറില്ല എന്ന് ദേവ്ജിക്ക് അറിയാലോ എന്ന് പറയുമ്പോഴത്തേ ദേവ്ജിക്കും ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സുമിത്രി ബാലുവും കൂടി ആ ഭാഗ്യശ്രീനെ കൊണ്ട് വീട്ടിനുള്ളിൽ റൂമിൽ അടയ്ക്കാട്ടോ. ഇവിടെ കിടക്കടി, നീ ഇനി ഒരിക്കലും പുറം ലോകം കാണാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു. നീയും നിൻ്റെ ഏട്ടനും ഇങ്ങനെ ജയിലിൽ കിടന്ന് തീരേണ്ടവൾ തന്നെയാണ്. അത് കാരണം തന്നെ ഇനി ഒരു കാര്യത്തിലും നിന്നെ ഇതിനകത്തുനിന്ന് ഞാൻ പുറത്തിറക്കില്ല. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ബലരാമൻ പുറത്തിറങ്ങും. അതിനുശേഷം തന്നെ സാഗറിനെ വകവരുത്തിയതിന് ശേഷം മാത്രമാണ് നിന്നെ ഞങ്ങൾ പുറത്തിറക്കുള്ളൂ. അതിനു മുന്നേ നിന്നെ ഇറക്കില്ല എന്ന് പറയുന്നു. അമ്മ ഏത് തടവറയിൽ എന്നെ പൂട്ടിയിട്ടാലും ഞാൻ എന്തായാലും പുറത്ത് വരുമെന്ന് പറയുന്നു. ഒരിക്കലും നിനക്ക് ഇതൊന്ന് പുറത്ത് വരാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? ബാലു എത്രയും പെട്ടെന്ന് വാതിൽ ലോക്ക് ചെയ്ത് പറയുന്നു കേട്ടോ. അങ്ങനെ ലോക്ക് ചെയ്തതിന് ശേഷം തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ ആ ക്രിമിനൽ ലോയറും കൂടി ഉണ്ടിട്ട് അവിടെ നിൽക്കുന്നത്. അവളെ സൂക്ഷിക്കണം, അവളെങ്ങനെയും പുറത്ത് ചാടുന്ന ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ അവൾ പുറത്തൊന്നും ചാടില്ല സാർ, ഞങ്ങളത് നോക്കുന്നുണ്ട്. അവൾ അപകടകാരിയാണ്. കാരണം
നമുക്കിട്ട് പാര പണിയും അവൾ. ബലരാമൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവളുമായിട്ട് സംസാരിച്ചാൽ എല്ലാം തീർന്നു. അങ്ങനെ സാഗറിനോട് ആ രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ബലരാമനോട് പറഞ്ഞാലും നമ്മുടെ പ്ലാനിങ് ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. ഇനി അവൾ പുറം ലോകം കാണില്ല. അവൾക്ക് എന്താ ശിക്ഷ വിധിക്കേണ്ടത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അവൾ രക്ഷിതാക്കളാണെന്ന് പറയാം കേട്ടോ. എന്തായാലും ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നതിന് കാശുകൾ ലക്ഷക്കണക്കിന് ഇറങ്ങേണ്ടി വരും. ലക്ഷമായാലും കോടിയായാലും ഞങ്ങളത് ചിലവാക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞതുപോലെ നടക്കട്ടെ. എന്തായാലും സാഗർ മരിക്കുന്നതിന് മുന്നേ അവൻ തിരിച്ചറിയണം സാഗറിൻ്റെ മകനാണ് ബലരാമൻ എന്നുള്ളത്. ആ വേദനയോടുകൂടി തന്നെയായിരിക്കണം അവൻ മരിക്കേണ്ടതെന്ന് പറയുകയാണ്. പിന്നെ സാഗറിനോട് ഇത്രയും ദേഷ്യവും വാശിയും കൂടാനുള്ള കാരണം എന്താണ്? ഇപ്പം ഞങ്ങളുടെ വക്കീലാണോ അതോ അയാളുടെ വക്കീലാണോ താനെന്ന് ചോദിക്കുന്നു. ഞാനെന്തായാലും ക്രിമിനലുകളുടെ വക്കീൽ തന്നെയാണ്. പക്ഷേ ന്യായം സാഗറിൻ്റെ അടുത്ത് തന്നെയല്ലേ? നിങ്ങളല്ലേ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നതെന്ന് പറയുന്നു. അതൊന്നും എൻ്റെ വിഷയത്തിൽ പെടുന്ന കാര്യമല്ല. എനിക്ക് പൈസ വേണം, അതിനനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നും ആ ലോയർ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീ അവിടുന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്ലാനും നടക്കില്ല, ഞാനത് എതിർക്കും, തടയും എന്ന് പറയുന്നു. അവളെല്ലാം പറഞ്ഞത് കേട്ടല്ലോ ഇപ്പോൾ പറയുമ്പോൾ. അവൾ കേട്ടാൽ എന്താ, കുഴപ്പമൊന്നുമില്ല, അവളെ ഈ റൂമിൽ നിന്ന് പുറത്തിറക്കിയിട്ട് വേണ്ടേ, അവൾ എവിടെ കിടക്കുമെന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണിനെയും അനിരുദ്ധനെയാണ്. അങ്ങനെ വീണ്ടും കൺമണിയുടെ വീട്ടിൽ കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ വരുണിനെ. അന്വേഷണം തന്നെ നമ്മുടെ പ്ലാനിങ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അഡീസിന് അരികയിലെത്തില്ല, അതിനു വേണ്ട നടപടികൾ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അനിരുദ്ധം പറയുന്നുണ്ട്. എനിക്ക് കൺമണിയെ തന്നെ വേണം, കൺമണി ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല, മാത്രമല്ല എത്ര ദിവസം വേണമെങ്കിലും ഞാനിവിടെ നിൽക്കുമെന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേനും അവൾ ആരുടെ പടം വരയ്ക്കേണ്ട, അവൾ എൻ്റെ പടം മാത്രം വരച്ചാൽ മതി, അതിനെ ഞാൻ സമ്മതിക്കുള്ളൂ, എന്തായാലും സൂക്ഷിച്ച് നിൽക്കുമെന്ന് പറഞ്ഞ് അനിരുദ്ധൻ പോകുന്നു. പിന്നീട് വരുണ് പറയുന്നുണ്ട്, ഏട്ടത്തി ഒരു കോഫി എടുക്ക്, കടുപ്പം കൂട്ടിയിട്ടും പാല് കൂട്ടിയിട്ടും ഒരു കോഫി എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ അമ്മായിമാർ ആ 2 ബാഗുമായിട്ട് വരുന്നു കേട്ടോ. ഇതെന്താ ബാഗിലാണോ ഇപ്പോൾ കാപ്പി തരുന്നത്? ഇത് നിൻ്റെ ബാഗാണ്, എത്രയും പെട്ടെന്ന് ഇതെടുത്ത് സ്ഥലം വിടാനായിട്ട് നോക്കുമെന്ന് പറയുന്നു കേട്ടോ. അതെന്താണ് അങ്ങനെ? ഞാൻ പോയില്ല നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലേ, നീ എന്ത് കിട്ടിയാലാ പോവുക? എൻ്റെ 101 പവനും 10 ലക്ഷം രൂപ, അത് കിട്ടിയാലെങ്കിൽ നീ പോവില്ലേ? ഇപ്പം തരാമെന്ന് പറയുന്നു. അങ്ങനെ ധനലക്ഷ്മി വിളിക്കുന്നു, അത് കൊടുക്കുമെന്ന് പറയുന്നു. ഇതെന്താണെന്ന് പറയുമ്പോൾ ഇതാണ് നിൻ്റെ 10 ലക്ഷവും 101 പവനും സ്വർണവും, നീ നോക്കുമെന്ന് പറയുന്നു. അങ്ങനെ വരുണ അത് തുറന്ന് നോക്കുമ്പോൾ സ്വർണ്ണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നോക്കണം, ഇത് കള്ളത്തരമാണോ എന്ന് അറിയില്ലല്ലോ, പിന്നെ ഇത്ര മൂല്യമുണ്ടെന്നൊക്കെ എനിക്ക് നോക്കിയിട്ട് വേണം തിരിച്ചെടുക്കാനെന്ന് പറയുന്നു. അല്ലാതെ ഞാനിപ്പോൾ ഇത് കൊണ്ടുപോയില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ, നീയല്ലേ പറഞ്ഞ് ഇത്രയും ദിവസം ഇത് കിട്ടിയാൽ നീ തിരിച്ചു പോകുന്നു? എനിക്ക് കൊടുത്ത ആൾ തന്നെ തിരിച്ചു തരണം, അതായത് കൺമണി തന്നെ തിരിച്ചു തരണം, എനിക്ക് കൺമണിയാണ് വേണ്ടതെന്ന് പറയുന്നു. അപ്പോഴത്തേനും ധനലക്ഷ്മി പറയുന്നുണ്ട്, വരുൺ ഇപ്പോൾ ഇത് കൊണ്ടുപോകണില്ല അല്ലേ എന്ന് പറയുന്നു. ഇല്ല ഏട്ടത്തി, എന്തായാലും കൺമണി വരട്ടെ എന്നിട്ടേ ഞാൻ കൊണ്ടുപോകുള്ളൂ എന്ന് പറയുന്നു. അതാണ് അതിൻ്റെ ന്യായം. ഞാൻ കൊടുത്ത ആൾ തന്നെ തിരിച്ചു തരട്ടെ എനിക്ക്. മാത്രമല്ല ഇത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൺമണിയുടെ സ്വർണ്ണമാണ് ഞാൻ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് പറയുന്നു കേട്ടോ. നീ എന്താണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്മായിമാർ തല്ലാനായിട്ട് നോക്കുന്നു കേട്ടോ. എന്നെ തല്ലിക്കോ, പക്ഷേ കേരള പോലീസ് മൊത്തം ഇളകി വരും, നിങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും, എല്ലാവരും എൻ്റെ സപ്പോർട്ടിലാണ് നിൽക്കുന്നതെന്ന് പറയാം കേട്ടോ. അങ്ങനെ തന്നെ ധനലക്ഷ്മി പറഞ്ഞു, അരുണിമോനെ ഇത് ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണം പണം എടുക്കുന്നു കേട്ടോ. എടുത്തു, എനിക്കിതൊന്നും വേണ്ടേ, എനിക്ക് കൺമണിയെ മാത്രം മതിയെന്ന് പറയുന്നു. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ മോൻ കാപ്പി എടുക്കണം എന്നുള്ളത്, മധുരം കൂട്ടി പാല് കൂട്ടി കടുപ്പം കൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കഴിക്കാൻ എന്താ വടയാണോ കേക്കാണോ വേണ്ടത്? അപ്പോഴത്തേനും ഏട്ടത്തിയുടെ ഇഷ്ടം, വടയും ചായ എടുക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ആട്ട് സൂപ്പ് എടുക്കാം. അങ്ങനെ ധനലക്ഷ്മി വരുണിനെ സോപ്പിട്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ബാഗുമായിട്ട് വീണ്ടും അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുജുവിനെയും സാഗറിനെയാണ്. സാഗർ എന്താ സുജു എന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണണം, ഒന്ന് വിളിക്ക് സാഗർ എന്ന് പറയുന്നു. അവൻ വിളിക്കാം, അവൻ എന്തായാലും അതേ ദിവസം തെറ്റി നിൽക്കാൻ സാധിക്കില്ല സുജു, അവൻ എൻ്റെ മകനല്ലേ, അവനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, അവൻ വരട്ടെ എന്ന് പറയുന്നു. പിന്നെ സുജു പറയുന്നുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ ജർമ്മനിലേക്ക് തിരിച്ചു പോവുകയാണ്, കാരണം സാഗർ ഇപ്പോൾ തിരിച്ചു വരില്ലല്ലോ, ജയമോഹൻ്റെ ആ ഡിസൈനിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടല്ലേ വരുള്ളൂ, ഞാൻ പോയിക്കോട്ടെ സാഗർ എന്ന് പറയുന്നു. അപ്പോൾ ഒരുമിച്ച് പോകാമെന്നല്ലേ പ്ലാൻ ചെയ്തത്, ഇനി സുജുവിന് പോകണമെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും മാനസയ്ക്ക് ഒന്നുകൂടി സന്തോഷമാണ്, ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കാട്ടോ ചെയ്യുന്നത് മാനസ. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് കഴിയുന്നത്. നല്ലൊരു പ്രമോ ആയിട്ട് കാണാം.